ഇങ്ങനെയൊക്കെ വന്ന് ഉപദേശിക്കണമെന്ന് മമ്മി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ എന്നെ ഉപദേശിക്കണമെന്ന് സ്വയം അങ്ങ് തോന്നിയോ? അങ്ങനെയാണെങ്കിൽ അത് വേണ്ട. മമ്മി എനിക്ക് വേണ്ടി വേദനിക്കും, ചിലപ്പോ കരഞ്ഞു എന്നും വരും. അതെന്നെ മമ്മി എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാ. മനസ്സിലായോ? എന്തായി മാം? കണ്ടു കൃഷ്ണയെ? എന്തുപറ്റി മമ്മി? മമ്മിയോളെ കണ്ടില്ലേ? പണം കൊടുത്തില്ലേ? മമ്മി പറഞ്ഞത് അവൾ അനുസരിച്ചില്ലേ? ഇല്ല, ഞാൻ അവളെ കണ്ടു, ചെക്കും കൊടുത്തു. അതവള് വാങ്ങിച്ചില്ല. വാങ്ങിക്കില്ല. അവളുടെ ഉദ്ദേശം വേറെയാണെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞതല്ലേ? ഗാഥ, വെറുതെ ഇരിക്കെ. അവൾക്ക് അങ്ങനെ ഒരു തെറ്റായ ഉദ്ദേശം ഉണ്ടെന്ന് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. നിനക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ. മമ്മി വേണ്ട. സത്യം പറഞ്ഞ ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും തെറ്റ് ചെയ്തിട്ടുണ്ട്. കളരിക്കിലെ ശാപദോഷം മനസ്സിലാക്കിയപ്പോ നവീനുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് അറുത്തു മുറിച്ച് പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. പകരം ഒരാളെ വാടകയ്ക്കെടുത്ത് വേഷം കെട്ടിച്ചു. ഒരു വിവാഹത്തിന് വേണ്ടി ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുഴുവനും കാണിച്ചു കൂട്ടി. എന്നിട്ടും എന്താ ഉണ്ടായത്? ഒരു സെക്യൂരിറ്റി ഇല്ലാതെ നിന്റെ ജീവിതം. ഒരു നിമിഷം പോലും നിന്റെ ഭർത്താവിന്റെ കൂടെ നീ സമാധാനമായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ എന്ന്? മറുവശത്ത് ആ കൃഷ്ണയുടെ കാര്യം എന്താ? എന്നോട് അവൾ പറഞ്ഞെന്താന്നറിയോ? നവീൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് ഇനി ഒരു പുരുഷന്റെ താലിയും അവളുടെ കഴുത്തിൽ വീഴില്ലാന്ന്. അതിനർത്ഥം രണ്ടുപേരുടെയും ജീവിതം ഒരേപോലെ തകർത്തുന്നല്ലേ? മമ്മിയോട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? അടിച്ച് അവളുടെ കരണം പോക്കണം മമ്മി. നവീന്റെ താലിയെ കുറിച്ച് അവൾ ഇത്രയും വാചാലയായിട്ട് പറയേണ്ടതിന്റെ കാര്യം എന്താ? അവള് വെറും കുങ്കുമം ചുമക്കുന്ന ഒരു കഴുതയാണ്. അതിന്റെ ഭംഗിയോ ഗുണമോ അറിയാത്ത വെറുതെ ചുമന്നിട്ട് നടക്കുന്ന ഒരു കഴുത. നവീൻ താലി കെട്ടിയതുകൊണ്ട് വേറെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ അവൾ എന്റെ നവീന്റെ ഭാര്യയായിട്ട് ചാവുന്നത് വരെ ജീവിക്കുന്നല്ലേ? അതും കേട്ടിട്ട് മിണ്ടാതെ ഇങ്ങോട്ട് പോന്നല്ലോ എന്റെ മമ്മി. ഗാഥമോളെ, ഞാൻ എന്റെ വേദനകൾ എപ്പോ പറഞ്ഞാലും അത് നിനക്ക് പുച്ഛമാണ്, പരിഹാസമാണ്. പക്ഷെ നിന്റെ വേദനകളെല്ലാം നിനക്ക് ഈ ലോകത്ത് ഏറ്റവും വലുതാണ്. മമ്മി നോക്ക്, ഇനി എത്ര കാലം കഴിഞ്ഞാലും അവളുടെ ജീവിതം ഇല്ലാണ്ടാക്കിയതിനുള്ള വേദന എന്റെ മനസ്സിലുണ്ടാവും. എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഓരോരുത്തരെയായിട്ട് അവള് മയക്കിയെടുക്ക. മമ്മി തിരക്കി ചെന്നാലല്ലേ അവളെ എതിര് പറയൂ. തിരക്കി ചെല്ലുന്നത് ഞാനാണെങ്കിൽ സംസാരിക്കുന്നതും ഞാൻ മാത്രമായിരുന്നു. വേണ്ട മാഡം, അതൊക്കെ സിത്താര മാം നേരിട്ട് ഇടപെടേണ്ട കാര്യങ്ങളല്ലേ. ഗാഥ മാഡം ഒന്നിനും പോകണ്ട. മമ്മി തളർന്നു പോയാലേ പകരം ചങ്കൂറ്റം കാണിക്കേണ്ടത് ഞാനല്ലേ? അത് ഞാൻ കാണിച്ചോളാം. കാണിക്കേണ്ടവരെ ഞാൻ കാണിച്ചോളാം.